പൂക്കോട് വെറ്ററിനറി കോളേജിൽ എസ്എഫ്ഐ വിദ്യാർത്ഥികളുടെ പരസ്യ വിചാരണയ്ക്ക് ഇരയായ സിദ്ധാർത്ഥിന് നീതി ലഭ്യമാക്കാതെ സർക്കാർ. അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിഷേധങ്ങളുടെ മൂടിക്കെട്ടാനെന്ന് പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം. CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി ലഭിക്കുമോ എന്ന് സംശയിക്കുന്നതായി അച്ഛൻ ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു. എസ്എഫ്ഐക്കാരായ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് പിന്നാലെ മരണപ്പെട്ട സിദ്ധാർത്ഥിന് ഇനിയും നീതി അകലെയാണ്. CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായി അച്ഛൻ ജയപ്രകാശ് ജനം ടിവിയോട് പ്രതികരിച്ചു. പെട്ടെന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചതിലും സംശയമുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിഷേധങ്ങളുടെ വാമൂടിക്കെട്ടാനാണെന്ന് സംശയിക്കുന്നുവെന്നും ജയപ്രകാശ് ജനം ടിവിയോട് വ്യക്തമാക്കി. സർക്കാരിന് ചെയ്യേണ്ടത് ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് എല്ലാവരുടെയും മൂടിക്കെട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അതിനെ അംഗീകരിച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഉടൻ അംഗീകരിക്കുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരത് ഏകദേശം 90% വിജയിച്ചു. അപ്പോൾ ഈ CBI അന്വേഷണം വരുത്തിയിട്ട് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാരിന് നല്ലവണ്ണം അറിയാം. കാര്യം എല്ലാവരും മൂടിക്കെട്ടും. കേസിലെ തെളിവുകൾ തേച്ചുമായ്ച്ചു കളയാനുള്ള ശ്രമം നടക്കുന്നതായും സസ്പെൻഷനായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ഇതിന്റെ ഭാഗമാണെന്നും കുടുംബം ആരോപിച്ചു. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട്. രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാന്നുണ്ടെങ്കിൽ VC ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ VCക്ക് അത് ഉറപ്പായിട്ട് VCക്ക് അത് നല്ലൊരു ഓഫർ കാണുമായിരിക്കും, അല്ലെങ്കിൽ VCക്ക് ഒരു ഉറപ്പ് കാണും. അതായത് നിങ്ങൾ ഇത്രയും കുട്ടികളെ നിങ്ങൾ സസ്പെൻഡ് പിൻവലിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളായിരിക്കും. ഇവിടുന്ന് ചിലപ്പോൾ രാജിവെച്ച് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടാലും നിങ്ങൾക്ക് നമ്മൾ നല്ലൊരു സ്ഥാനം തന്നുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പ് VCക്ക് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. 100% അങ്ങനെയാണ്. കഴിഞ്ഞ മാസം 9-നാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ നടപടികൾ മുന്നോട്ട് നീങ്ങിയിട്ടില്ല. CBI അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പോലീസ് അന്വേഷണവും നിന്നു. ഇതുവരെ CBI അന്വേഷണവും ഉണ്ടായിട്ടില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ പ്രതികളെ ഇപ്പോൾ കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്ന VCയുടെ തീരുമാനങ്ങൾക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.